കൊച്ചി തീരത്ത് MSC എൽസ മുങ്ങിയതിൽ കേസെടുക്കാൻ വൈകിട്ടില്ല എന്നാണ് തുറമുഖ വകുപ്പ് മന്ത്രി VN വാസവൻ പറയുന്നത്. അപകടത്തിൽ റിപ്പോർട്ട് തരേണ്ടത് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ്. പരാതി ലഭിച്ചതിന് പിന്നാലെയാണ് കേസെടുത്തത്. നഷ്ടപരിഹാരം ഈടാക്കാനുള്ള നടപടികൾ മുറയ്ക്ക് നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. മന്ത്രിയുടെ വാക്കുകളിലേക്കാണ് ആദ്യം. ഇപ്പോൾ അത് സംബന്ധിച്ച് പരാതി മത്സ്യത്തൊഴിലാളിയുടെ ഭാഗത്തുനിന്ന് പോർട്ട് പോലീസ് സ്റ്റേഷനിൽ കിട്ടി. സ്വാഭാവികമായി നിയമജ്ഞരുമായി കൂടിയാലോചിച്ചപ്പോൾ ആ പരാതിയിൽ കേസെടുക്കണമെന്ന് തന്നെ നിയമോപദേശം കിട്ടി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കേസെടുത്തിരിക്കുന്നു. സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നതും അതിൻ്റെ റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതുമെല്ലാം കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ്. പ്രത്യേകിച്ച് ഡയറക്ടർ ഓഫ് ഷിപ്പിംഗ് അവരുടെ കീഴിലാണ് അന്താരാഷ്ട്ര കപ്പൽ ചാനലിലെ ഇത്തരത്തിലുള്ള ദുരന്തമുണ്ടാകുമ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം പരിശോധിക്കുകയും അത് സംബന്ധിച്ച് റിപ്പോർട്ടുകൾ തരികയും ചെയ്യുക. ഇവിടെ നമുക്ക് കോസ്റ്റൽ പോലീസ് നമുക്കുണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ, മത്സ്യത്തൊഴിലാളിക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് വേണ്ട രൂപത്തിൽ പരിശോധിക്കാനും പഠിക്കാനും അതനുസരിച്ച് സംസ്ഥാന ഗവൺമെൻറ്റും ഇടപെടും. ബിനൽ ലീല സാബു ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. ബിനൽ, ഇപ്പോൾ മന്ത്രി പറയുന്നത് കേസെടുക്കാൻ വൈകിട്ടില്ല എന്നാണ്. പക്ഷേ തുടക്കം മുതൽ തന്നെ ഇതിലൊരു കേസെടുക്കേണ്ട ആവശ്യമില്ല, നഷ്ടപരിഹാരം മതി എന്നൊരു നിലപാടായിരുന്നല്ലോ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചത്. ഇപ്പോൾ മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കണം? ചെയ്തു അത് തന്നെയാണ്. നേരത്തെ ചീഫ് സെക്രട്ടറിയുടെ കുറിപ്പടക്കം പുറത്തേക്ക് വന്നിരുന്നു. കേസെടുക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത്തരം ഒരു രീതിയിലേക്ക് പോകേണ്ടതില്ല, നഷ്ടപരിഹാര നടപടിയുമായി മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു ആ കുറിപ്പിൽ ഉണ്ടായിരുന്നത്. അത് വലിയ വിവാദമാവുകയും പ്രതിപക്ഷം അടക്കമുള്ള ആളുകൾ അതിനെ എതിർക്കുകയും ചെയ്തിരുന്നു. കാരണം മത്സ്യത്തൊഴിലാളികൾക്ക് വലിയ നഷ്ടമാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. കാരണം പ്ലാസ്റ്റിക് അടിഞ്ഞ് വലിയ രീതിയിൽ തീരത്ത് പാരിസ്ഥിതിക പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യത്തൊഴിലാളികൾക്ക് ഇതുമായി ബന്ധപ്പെട്ട ആശങ്കയുണ്ട്. സർക്കാർ സഹായമൊക്കെ പ്രഖ്യാപിച്ചതുമാണ്. എന്തായാലും ഇതിൽ 17 ദിവസം കഴിഞ്ഞാണ് ഇപ്പോൾ ഒരു കേസിലേക്ക് പോകുന്നത്. പക്ഷേ നിലവിൽ അതിൽ വൈകൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ തുറമുഖ മന്ത്രി തന്നെ പറയുന്നത്. കാരണം ഇതിൽ നടപടി എടുക്കേണ്ടത് കേന്ദ്രമാണ്, കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയമാണ് ഇത് പഠിക്കുകയും റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യേണ്ടത്. അതുകൊണ്ട് സംസ്ഥാനത്ത് ചെയ്യാൻ കഴിയുന്നത് മത്സ്യത്തൊഴിലാളികളുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകൾ പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പരാതി ലഭിച്ചതിന് ശേഷം നിയമോപദേശം തേടി ആ നിയമോപദേശം കേസെടുക്കാം എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ കേസ് എടുത്തിട്ടുള്ളത്. നഷ്ടപരിഹാര നടപടികൾ അതുമായി മുറക്കി കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുവെന്നാണ് ഇപ്പോൾ മന്ത്രി തന്നെ വ്യക്തമാക്കുന്നത്. ശരി, ബിനൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.